ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി. ചിരിക്കുന്നുണ്ടെങ്കിലും അത്ര സന്തോഷത്തിലൊന്നും അല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാത്തിരിപ്പുകൾക്കൊടുവിലാണ് ഞാനും ഉണ്ണിക്കുട്ടനും കൂടെ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഞങ്ങൾ അമ്മയും മോനും വല്ലപ്പോഴും മാത്രം കാണുന്ന ആൾക്കാരായിരുന്നു. ഞങ്ങൾ വെക്കേഷനൊക്കെ ആയാലും അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്നിച്ച് മുന്നോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിങ്ങനെ അടിച്ചു പൊളിച്ച് വരുമായിരുന്നു. അപ്പോഴാണ് എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് കൊല്ലത്തേക്ക് പോകേണ്ട ആവശ്യം വന്നത് കേട്ടോ. വേറൊന്നുമല്ല, ഹസ്ബൻഡിൻ്റെ ചേട്ടന് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവിടെ ഒരു സപ്പോർട്ടിന് നമ്മൾ പോകേണ്ട സമയമാണല്ലോ. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് കൊച്ചിനെയും കൊണ്ട് പോകുന്നത് അത്ര ഇതല്ലല്ലോ. അതുകൊണ്ട് അവനെ വീട്ടിൽ പപ്പയുടെയും മമ്മിയുടെയും അടുത്ത് ആക്കിയിട്ട് പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ ഉണ്ണിക്കുട്ടൻ വീണ്ടും വാഗമണ്ണിലേക്കും ഞാൻ ഉണ്ണിക്കുട്ടനെ വാഗമണ്ണി കൊണ്ടുവിട്ടിട്ട് മറ്റന്നാൾ രാവിലെ കൊല്ലത്തേക്കും പോവാണ്. കാരണം പോകാതിരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ അവനെയും കൊണ്ട് പോകാനും പറ്റുന്നില്ല. അവിടെ ചെന്നാൽ അവനെ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോൾ അവനെ കൊണ്ട് പോകുന്നൊന്നും അത്ര സേഫ് അല്ലേ, പനിയും കാര്യങ്ങളും ഒക്കെ ഉള്ള സമയമല്ലേ. അപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും രണ്ടിടത്താവുകയാണ് നാളെ മുതൽ, അല്ല മറ്റന്നാൾ മുതൽ. അപ്പോൾ ഉണ്ണിക്കുട്ടനാണെങ്കിൽ അതിൻ്റെ ഒരു മൂഡ് ഔട്ടിലാണ്. അപ്പോൾ ആളിങ്ങനെ വിഷമിച്ചൊക്കെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഇന്നലെ നമ്മൾ പെരുന്നാളിന് ഉണ്ടാക്കിയ ബിരിയാണിയുടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ച് ഇന്ന് ഞങ്ങൾ ഉച്ചവരെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു. അപ്പോഴാണ് ഇങ്ങനെ കൊല്ലത്തേക്ക് പോകണം എന്നുള്ളൊരു ഇത് കൺഫേം ചെയ്തത്. കാരണം എങ്ങനെയാണ് ചേട്ടൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ചെല്ലേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ പിന്നെ അന്നേരം ഞാനിങ്ങനെ പറഞ്ഞു, ഉണ്ണിക്കുട്ടനെ അമ്മ നാളെ വാഗമണ്ണ് കൊണ്ടുവിടാം എന്നൊക്കെ പറഞ്ഞു. അന്നേരത്തേക്കിന് അവനെ അതൊരു വിഷമമായി എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ കൊച്ചിന് ബിരിയാണി ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവനെ പറഞ്ഞ് സോപ്പിട്ട് മയക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ബിരിയാണി ഇന്നലെ കഴിച്ചതല്ലേ ഉള്ളൂ, ഇന്ന് ഉച്ച വരെ കഴിച്ചല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു പുലാവും നമ്മുടെ ചിക്കൻ പെരട്ടും ഉണ്ടാക്കാമെന്ന്. നല്ല സ്പൈസി ചിക്കൻ പെരട്ടാണ്. ഞാൻ അതിൻ്റെ ആ ഒരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. ഇത് പുലാവ് ഞാൻ പണ്ട് മുതലേ ഉണ്ടാക്കുന്ന ഒരു തട്ടിക്കൂട്ട് പുലാവുമാണ്. അപ്പോൾ അത് രണ്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഒന്നുകൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ കൊല്ലത്തേക്ക് പോകുന്ന കാര്യവും നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ വീഡിയോയുടെ അടിയിൽ വന്ന ചില കമൻറ്റുകൾ വളരെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് കമൻ്റൊക്കെ വന്നു. ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ അത് കണ്ടിട്ടുണ്ട്, എന്നോടത് ചോദിക്കുകയും ചെയ്തു. പക്ഷേ കാണാത്ത ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ ഞാനത് ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ടിരിക്കുകയാണ്, ഡിലീറ്റ് ചെയ്തിട്ടില്ല. താൽക്കാലികമായിട്ട് ആ കമൻ്റ് ഒന്ന് ഹൈഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അത് പിന്നെ നമുക്ക് വീണ്ടും എല്ലാവർക്കും കാണാവുന്ന രീതിയിലാക്കാമെന്ന് വിചാരിച്ചു. തൽക്കാലത്തേക്ക് അതൊന്ന് ഹൈഡ് ചെയ്തിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ എനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള പലർക്കും എൻ്റെ പേര് പോലും അറിയത്തില്ലാത്തൊരു കണ്ടീഷനുണ്ട്. കാരണം അത് നമ്മൾ ഓക്കെ, ഞാനിങ്ങനെ ഒരു യൂട്യൂബറായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ ഞാൻ ബാധ്യസ്ഥയാണ്. എങ്കിൽ പോലും നമ്മുടെ ലൈഫിലെ ചില സിറ്റുവേഷൻസ് കൊണ്ട് നമുക്ക് കുറച്ചേറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു 90% ആയിട്ടുള്ള കാര്യങ്ങളും എനിക്ക് ഹൈഡ് ചെയ്ത് വെച്ചേ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ ലൈഫ് പോകുന്ന ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെയാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും വന്ന്, അല്ലെങ്കിൽ എൻ്റെ പേരും കാര്യങ്ങളും പറയുന്നതിനല്ല, ഞാൻ താമസിക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് പറയുന്നതിന് എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളത് പറയാതിരുന്നത്. എന്തായാലും ഈ ഒരു കൊല്ലം ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും അതിനെല്ലാം ഉള്ള സൊല്യൂഷൻസ് ആകും. അപ്പം ഞാൻ അന്നേരം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇപ്പോൾ കൊല്ലത്തേക്ക് പോകുന്ന കാര്യം അതുകൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇല്ലെങ്കിൽ നാളെ അതിന് ചിലപ്പോൾ വേറെ വ്യാഖ്യാനങ്ങളൊക്കെ വരും. പിന്നെ എനിക്ക് അറിയത്തില്ല, ഞാൻ ഇനി പോയിട്ട് ഈ വീഡിയോ എന്തായാലും വരും. ഈ വീഡിയോ വരുമ്പോഴത്തേക്കിനും ഞാൻ കൊല്ലത്തായിരിക്കും. അവിടെ ചെന്നിട്ട് എനിക്കറിയത്തില്ല വീഡിയോ ഇടാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം നമ്മൾ പോകുന്നൊരു ഹോസ്പിറ്റൽ കേസിന് വേണ്ടിയിട്ടാണ്, വീഡിയോ എടുക്കാനൊന്നും അല്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാളും കൂടുതലായിട്ട് അവിടെ മമ്മി ഒറ്റയ്ക്കായി പോകുന്ന സാഹചര്യങ്ങളുണ്ട് പപ്പ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ മമ്മി ഞാനും കൂടെ വീട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റും, ഷോർട്സ് എങ്കിലുമൊക്കെ ഇടാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിനൊക്കെ വേറെ വ്യാഖ്യാനങ്ങൾ ചിലപ്പോൾ വന്നിരിക്കും. കാരണം അങ്ങനെയാണ് എൻ്റെ ഇതുവരെയുള്ള അനുഭവങ്ങൾ. അപ്പം ഇതൊക്കെ നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ അത് പറയാൻ വന്നതാണ്. അപ്പോൾ ഇനി ഞാൻ എന്തായാലും കൊല്ലം വരെ ഒന്ന് പോയിട്ട് വരാം. പോയിട്ട് നോക്കട്ടെ അവിടുത്തെ കണ്ടീഷനൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് എൻ്റെ തിരിച്ച് ഉള്ള യാത്രയുടെ തീരുമാനങ്ങളൊക്കെ ആവത്തുള്ളൂ. അപ്പോൾ
അതൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നത്. അല്ലാതെ ഈ ഒരു റെസിപ്പി അത്ര വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ എനിക്ക് ഈ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയുകയും ചെയ്യാം, ഈ ഒരു റെസിപ്പി കാണിച്ചു തരുകയും ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും നാളെ അല്ല മറ്റന്നാൾ ഞാൻ കൊല്ലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നാളെ ഇനിയിപ്പം വാഗമണ്ണ് പോകണം. വാഗമണ്ണിന് പോയി എന്താ പറയുക, ഉണ്ണിക്കുട്ടനെ അപ്പൻ്റെ അമ്മയുടെയും സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് കുറേ പണികളുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അങ്ങനെ പോകുമ്പോഴത്തേക്കിന് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് പോകണമല്ലോ. ഇത് പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയതുകൊണ്ട് ഉച്ച കഴിഞ്ഞപ്പോഴാണ് പോകണം എന്നുള്ളത് കൺഫേം തീരുമാനിച്ചത്. അപ്പോൾ പെട്ടെന്നുള്ളൊരു യാത്രയാകുമ്പോഴത്തേക്കിന് നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇത് പാക്കിംഗ് ആണെങ്കിലും അതും ഇതും ഒക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ആവുമല്ലോ. എനിക്ക് ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെക്കണം. ഇപ്പോൾ കൊച്ചിൻ്റെ ഡ്രസ്സ് പിന്നെ ഒക്കെ വീട്ടിലുണ്ട്, എന്നാലും എനിക്ക് പോകുമ്പോൾ എൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ എടുക്കണം. അങ്ങനെ സത്യത്തിൽ ഇങ്ങനെ അലച്ചിലാണ്. എനിക്കാണെങ്കിൽ ഈ പാക്ക് ചെയ്ത് സത്യം പറഞ്ഞാൽ ഞാൻ വലഞ്ഞു കേട്ടോ. കാരണം ഒരു 17ാമത്തെ വയസ്സിൽ തുടങ്ങിയ പാക്കിങ്ങാണ്. 17 അല്ല, എനിക്കൊരു 12 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ചേച്ചി ആദ്യമായിട്ട് എബ്രോഡേക്ക് പോകുന്നത്. 11ാമത്തെ വയസ്സിൽ ചേച്ചിക്ക് ജോലി കിട്ടി. എൻ്റെ 11ാമത്തെ വയസ്സിൽ എൻ്റെ ചേച്ചിക്ക് ജോലി കിട്ടി. അപ്പോൾ അന്ന് മുതൽ ചേച്ചിയുടെ ബാഗ് പാക്ക് ചെയ്തു. പിന്നെ ചേച്ചി എബ്രോഡ് പോയി. എനിക്ക് 13 വയസ്സുള്ളപ്പോഴാണ് ചേച്ചി എബ്രോഡ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള പെട്ടികൾ പാക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ 17ാമത്തെ വയസ്സിൽ ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയി. അപ്പോൾ പിന്നെ എൻ്റെ സ്വന്തം ലഗേജ് പാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പാക്ക് ചെയ്ത് ജീവിതം ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ എന്നും ഈ പൊതി കെട്ടും പോക്കുമാണ്. അത് പറഞ്ഞ് എൻ്റെ മമ്മിയൊക്കെ എപ്പോഴും കളിയാക്കും കേട്ടോ. ഞാൻ ഈ എന്നാ പറയുന്നത്, ഇങ്ങനെ ചെയ്യുന്ന യാത്രകൾ നേരെ പോയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു 2 പ്രാവശ്യം അമേരിക്ക പോയിട്ട് വരേണ്ട ദൂരെ യാത്ര ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും ഇങ്ങനെ പാക്ക് ചെയ്ത് യാത്രയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യമുള്ള സമയങ്ങളിൽ നമ്മൾ പോയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും കുറച്ചൊക്കെ എടുത്തു വെച്ചിട്ടുള്ളൂ. എല്ലാം മടക്കി വെച്ചതേ ഉള്ളൂ, ഒന്നും എടുത്തു വെച്ചില്ല കേട്ടോ. അപ്പോൾ ഇനി എല്ലാം ബാഗിലാക്കണം, എല്ലാം ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ണിക്കുട്ടൻ്റെ മൂഡ് ഓഫ് ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അതുപോലെ നമുക്ക് രാത്രി കഴിക്കാൻ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു എന്നാ പറയുന്നത്, പുലാവും ചിക്കൻ പെരട്ടും ഉണ്ടാക്കാം. അപ്പം അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കി വെച്ചോ. മടിയൊക്കെ ഉള്ളൊരു ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം എൻ്റെ ഏറ്റവും കൂടുതൽ മടിയുള്ള ദിവസങ്ങളിൽ ഞാൻ തട്ടുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ കഴിക്കുന്നവർക്ക് അതൊരു സന്തോഷമാകും, നമുക്ക് ഇച്ചിരി പണി കുറവുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കാണാം. ഞാൻ കൊല്ലത്ത് പോയിട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്നെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ. ഞാൻ കൊല്ലം വരെ പോയേച്ച് വന്നിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. എൻ്റെ പേര് മുതൽ ഇപ്പോൾ ഈ ഒരു നിമിഷം വരെയുള്ള കാര്യങ്ങൾ അന്നേരം പറയാം. നല്ല ചൂടാണ് കേട്ടോ. അത് കണ്ടോ, ഞാനിപ്പോൾ കുളിച്ചിട്ട് ഇറങ്ങി വന്നതേ ഉള്ളൂ. വിയർത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കിച്ചണിലാണ് നിൽക്കുന്നത്, ഇവിടെ ഫാനൊന്നും ഇല്ല. അപ്പോൾ ഇനി അധികം കത്തിയടിച്ച് നീട്ടുന്നില്ല. ഇവിടെ ചെറുതായിട്ട് കൊള്ളിയാനൊക്കെ മിന്നി തുടങ്ങി. മഴയും പെയ്യുമായിരിക്കും. മഴ പെയ്താൽ എല്ലാം കുളവാകും. കാരണം എൻ്റെ കുറേ തുണി ഞാൻ അലക്കിയത് പുറത്ത് കിടപ്പുണ്ട്, അത് എടുത്തിടാൻ മറന്നുപോയി. സന്ധ്യ സമയത്ത് ഞാൻ വേറെ ഇച്ചിരി തിരക്കിലായിപ്പോയി. അപ്പോൾ അത് എടുത്തിടാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഇരുട്ടായതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുന്നുമില്ല. അപ്പോൾ ആ തുണി ചിലപ്പോൾ നനഞ്ഞു പോകും. എന്നാലും സാരമില്ല, മഴയൊന്ന് പെയ്യട്ടെ, ചൂടൊക്കെ ഒന്ന് കുറയട്ടെ. അപ്പം നമുക്ക് എന്തായാലും ഇനി വലിച്ചു നീട്ടുന്നില്ല, പെട്ടെന്ന് ആ റെസിപ്പിയും കൂടെ കാണാം. ഞാൻ പോയേച്ച് വരാം കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സ്പൈസി ചിക്കൻ പെരട്ടായതുകൊണ്ട് ഇതിനകത്തോട്ട് ചേർക്കുന്ന മുളകിൻ്റെയൊക്കെ അളവ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. കാരണം എരിവ് കൂടുതൽ വേണമെന്നുള്ള ആൾക്കാർക്ക് നല്ല എരിവ് ചേർക്കാം, എരിവ് കൂടുതൽ വേണ്ട എന്നുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിനുള്ള ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തു. ചില്ലി ഫ്ലേക്സ് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ മുളക് ചതച്ചത് അത്, അതുപോലെ തന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോഴും കൈകൊണ്ട് ഇത് ഇളക്കി മിക്സ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം സ്പൂൺ കൊണ്ട് ചെയ്യുന്നതിനേക്കാളും ഒരു പെർഫെക്ഷനോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചിക്കൻ്റെയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു മസാല പിടിക്കാനായിട്ട് നമ്മൾ കൈകൊണ്ട് ഇളക്കുന്നത് തന്നെയാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള കാര്യം എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാനത് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാണ്. ഇനി നമ്മളിത് മാറിനേറ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മളിത് ഇപ്പം തന്നെ അടുപ്പിൽ വെക്കുവാണ്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, അതൊരിക്കലും അരച്ച് ചേർക്കരുത്. അതുപോലെ തന്നെ മുഴുവനായിട്ടോ അരിഞ്ഞോ ചേർക്കരുത്, ചതച്ച് തന്നെ ചേർക്കണം. അതും ചേർത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ചേർത്തിട്ട് വീണ്ടും അത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഈ വെളുത്തുള്ളി ആണെങ്കിലും ഇഞ്ചി ആണെങ്കിലും ഒക്കെ ചതച്ചിടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അതുകൊണ്ടാണ് അരച്ച് ചേർക്കരുതെന്ന് പറഞ്ഞത്. ഇനി നമ്മൾ നേരെ പാനിലേക്ക് ഇത് ഇടുകയാണ്.
നമ്മൾ ഈ മസാല പുരട്ടി വെച്ച ചിക്കൻ പാനിലേക്ക് ഇട്ടിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് അത് മൂടി വെച്ച് വേവിക്കാൻ പോവാണ്. അപ്പോൾ ഇത് മൂടി വെച്ച് വേവിക്കണം എന്ന ഒരു നിർബന്ധവും ഇല്ല. തുറന്നു വെച്ച് വേവിക്കാനാണ് പലർക്കും ഇഷ്ടം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തുറന്നു വെച്ചാൽ എത്രത്തോളം വേവും എന്നുള്ളൊരു കൺസേൺ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്ത് ഗരം മസാലപ്പൊടി ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, അതാണ് ഇട്ടത്. അപ്പോൾ നമ്മളിത് മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ ഈ സാധനം വെന്തു എന്ന് നമുക്കൊരു കൺഫേം ആവും. അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലായോ ഇത് വെന്തോ എന്നുള്ളൊരു ടെൻഷൻ കിടക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു ശകലം പോലും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. പക്ഷേ ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചിക്കൻ്റെ അകത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ആ സമയത്ത് നമുക്ക് പുലാവിനുള്ള പരിപാടികളും കൂടെ ചെയ്യാം. കാരണം നമുക്ക് 2 സ്റ്റൗവിലും കൂടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് സമയം പെട്ടെന്ന് ലാഭിക്കാൻ പറ്റും. കാരണം രണ്ടും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് ഒരു കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഇല്ലെങ്കിൽ നമുക്ക് എണ്ണ ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് അതിനകത്തോട്ട് പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, അതുപോലെ കുറച്ച് പെരിഞ്ജീരകം, ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് ഒന്ന് മൂപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമ്മുടെ കോളിഫ്ലവറോ ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ ക്യാരറ്റും ബീൻസും മാത്രമാണ് സാധാരണ ചേർക്കാറ്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട്, അതായത് ആ പച്ചക്കറിയിലേക്ക് പിടിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ ഏകദേശം റെഡിയായി കേട്ടോ. കാരണം അതിനകത്തെ ആ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ പറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ചിക്കൻ്റെ അകത്തുനിന്ന് തന്നെ അത്രയും വെള്ളം വന്നതുകൊണ്ട് വേണ്ട ആ ഒരു ചില്ലി ഫ്ലേക്സൊക്കെ ഇങ്ങനെ, അതുപോലെ തന്നെ നമ്മുടെ ചതച്ച വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇങ്ങനെ അടിഭാഗത്ത് കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മളതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ മാത്രം നമുക്കൊരു ഇച്ചിരി എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചേർക്കണം ഒരു നിർബന്ധമില്ല. കാരണം നമ്മൾ നേരത്തെ ഇച്ചിരി എണ്ണ അത് കുഴയ്ക്കാൻ വേണ്ടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ പോലും ചേർത്തില്ലെങ്കിലും ചിക്കൻ്റെ ഉള്ളിൽ ഒരു ഇച്ചിരി നെയ്യുണ്ട്. അതുകൊണ്ട് അത് ആ ഒരു നെയ്യായാലും മതി. അത് വേറെ എക്സ്ട്രാ എണ്ണ ചേർക്കേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ ചിക്കൻ പെരട്ട് അവിടെ റെഡി ആകുന്നു. നമ്മൾ ഈ സമയത്ത് ആ ഒരു സോട്ട് ചെയ്ത വെജിറ്റബിളിനകത്തേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തു. വെള്ളം ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിയാണ്, 2 ബൗൾ അരിയാണ് എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ ഒരു 3 ബൗള് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ വെള്ളത്തിനകത്തോട്ട് നമ്മൾ ഈ അരി ഇട്ട് കൊടുക്കുകയാണ്. ഈ അരി ഇടുന്നതിന് 2 ചോയ്സ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഒന്ന്, വെള്ളം കുക്കറിൽ ഒഴിച്ച് വെള്ളം തിളച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. കാരണം ഇതിൻ്റെ ആ ഒരു വേവ് ശരിയാവുമോ എന്ന് ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ല എങ്കിൽ ഞാനിപ്പോൾ ചെയ്ത പോലെ വെള്ളം ഒഴിച്ചിട്ട് ആ പുറകെ തന്നെ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. സമയം കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഞാനിപ്പോൾ ചെയ്തതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കർ അടച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡിയായി കേട്ടോ. ഓൾമോസ്റ്റ് നല്ല കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമുക്കൊരു ചെറിയ ചിക്കൻ ഫ്രൈയുടെ ഒക്കെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. കാരണം ആ ഒരു ലുക്കാണ്. കാരണം നമ്മൾ ഒരുപാട് ഓവറായിട്ട് എണ്ണ ചേർക്കുന്നുമില്ല, എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള, കറിയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് പരീക്ഷിക്കാവുന്നൊരു റെസിപ്പിയാണ്. ആ ടൈം ആയപ്പോഴത്തേക്കിനും വേണ്ട നമ്മുടെ കുക്കറും വിസിലടിച്ച്, ഒറ്റ വിസിൽ മതി കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ നല്ല അടിപൊളി പുലാവും അതുപോലെ തന്നെ ചിക്കൻ പെരട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.